ഹലോ, വെൽക്കം ടു ഫുഡ് ആൻഡ് ഷീ. ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് അതിന് പറയുക മറാത്തി വെജ് എന്നാണ്, മഹാരാഷ്ട്രക്കാരെ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാബേജും. ഇതൊരു കപ്പാണ് അരിഞ്ഞെടുത്തതാണ്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാബേജ്, ഉരുളക്കിഴങ്ങ് അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാനുണ്ട്. ഒക്കെ 1/4 ടീസ്പൂൺ എടുത്താൽ മതി. 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് നന്നായി ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി, കടലമാവ്, പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ. ഇത് ചേർത്തിട്ട് നോക്കാം ചേർക്കണമെന്നുള്ളത്. നമുക്കിതിലേക്ക് ഒരു നുള്ള് കായ ഇട്ട് കൊടുക്കാം. വല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതിനൊക്കെ നല്ലതാണ് കായം. പിന്നെ നല്ല ജീരകമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു നുള്ള് കായ ഇട്ട് കൊടുത്താൽ മതി. ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ കുറച്ച് കഴിക്കുക. ഈ കൂട്ടൊക്കെ കണക്കാണ്. അപ്പോൾ ക്രഷ് ചെയ്ത ക്യാരറ്റ് 1 കപ്പ്, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ക്യാബേജ് 1 കപ്പ്, ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് അത്ര എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടിയാൽ മതി. ഉണ്ടോ? വേണ്ടോ? ഇതുപോലെ കിട്ടിയാൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചൊക്കെ പൊരിച്ചെടുക്കാം. എണ്ണ കാഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. തീ ചെറുതാക്കി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ളു വേവാണ്ട് നമുക്ക് കിട്ടിപ്പോവും. അതുകൊണ്ടാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇങ്ങനെ ആയി വന്നാൽ മതി. തീ ചെറുതാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കുക. ഫുള്ള് തീ വെച്ച് കൊടുത്താൽ ഉള്ളു വേവാണ്ട് പുറത്തിങ്ങനെ മൊരിഞ്ഞ് വരും. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്ക് ഈ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട്. ഇതൊരു 1/4 കപ്പ് മുളക്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു കഷ്ണം പട്ട, 3-4 ഏലക്കായ്, അതുപോലെ ഒരു 3-4 കറിയാമ്പൂ, കുരുമുളക് ഒരു 5-10 ഉണ്ട്, 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി,
നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതക്കി വെച്ചതാണ്. പിന്നെ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പൊടിഞ്ഞരിഞ്ഞ സവാള. സവാള നന്നായി ഒരു കളറായി വന്നിട്ട് ഇപ്പോൾ സവാള മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് 2 വലിയ തക്കാളി ഉണ്ട്. തക്കാളി നന്നായി വെന്ത് അതിൽ ചേർന്നിട്ട് വേവണം, നല്ലോണം വേവണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്ന് നമുക്ക് ഈ മസാല പൊടിച്ച് വെച്ച മസാലയെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് എണ്ണ തെളിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇതിൽ കിടന്ന് മുരിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ പൊടിച്ച് വെച്ചത്. അത് ഇത് ഫ്രീസറിലുണ്ടായ തേങ്ങയാണ്. നമുക്ക് ഇങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ല മരിഞ്ഞ് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാല്, ഒരു കാക്കപ്പാണ് പാല്. ക്രീം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ക്രീം ഇല്ലെങ്കിൽ ഈ പാലിൻ്റെ പാട ഉണ്ടാവില്ലേ, അത് എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് നന്നായി കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഉണ്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ തന്നെ ഇത് കച്ചു സോസ്, അതുകൊണ്ട് ഇത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്നുകൂടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോഫ്ത അതിലേക്ക് വെച്ച് കൊടുക്കാം. കോഫ്ത ഇട്ടാൽ പിന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പൊരിച്ചെടുത്തല്ലേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്തൊരു ടേസ്റ്റാണ്.
ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. എന്നിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തട്ടെ. വേണമെങ്കിൽ പൊരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും കൂടി പൊരിച്ച് 2 മുളകും കൂടി പൊരിച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്വാദ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. നോക്കാം, നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്താ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഓയിൽ അതിലേക്ക് നമുക്കിത് നിർബന്ധമൊന്നും കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നല്ലൊരു മണം ഉണ്ടാവും. അന്നേരം ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒരു മുത്ത് വരെ നല്ല മണം ഉണ്ടാവില്ലേ, ആ മണം ഉണ്ടാവും. നോക്കട്ടെ, ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാട്ടെ നിങ്ങൾ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കോഫ്തട്ട ഒന്നും അധികം തിളക്കൊന്നും വേണ്ട കേട്ടോ, വേഗം എടുക്കുക. അതുവരെ നമുക്ക് എല്ലാ എണ്ണയൊക്കെ തെളിയിപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റിൽ കോഫ്ത അങ്ങോട്ട് കൊടുത്താൽ മതി. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇങ്ങനെ ഉണ്ടാക്കി എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എടുത്ത് ഒന്ന് എണ്ണയിലിട്ടിട്ട് മുറിച്ചിട്ട് ഇട്ടാൽ അത് നിർബന്ധമൊന്നും കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.